ഇസ്ലാം ഇഷ്ടപ്പെടാത്തത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ ഈ വാതിലുള്ള ആൾക്കാരെന്നെ ഗാനമേളക്കും പോകും അല്ലേ? എല്ലാം നല്ല എല്ലാറ്റിനും വാതിലും റെഡിയാണ്, റൂസ് പരിപാടിക്കും റെഡിയാണ്, ഗാനമേള ചായനും വരലൊക്കെ തന്നെ ഉണ്ടാവുക. ഉള്ളിന്റെ ഉള്ളിൽ പാശ്ചാത്യ സംസ്കാരം, ഇത് പാടില്ലാത്ത സംഗതി. ഈ ഗാനമേളക്കൊന്നും ഒരു ഫത്വയും ഒരു സംഘടനയൊന്നും കിട്ടൂലല്ലോ. എനിക്ക് അതാണ് അത്ഭുതം. ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ, ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ കലാമിനോട് സ്നേഹമുള്ള ഒരാൾക്ക് ഒരു മ്യൂസിക്കും ആസ്വദിക്കാൻ കഴിയില്ല. അതതിന്റെ പ്രത്യേകത. അതൊക്കെ അത് കേട്ടാൽ പേടി, പടച്ചോനെ ഞാൻ ഹറാമുകളെ കേട്ടുകൊണ്ടിരിക്കുന്നു, ചെവി ഞാൻ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. മസാമി, ഇതൊക്കെ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തതല്ലയോ? മാമന ഗസാലി തങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആലാത്തുൽ ലഹ്വ്, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ വർദ്ധിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളമാണ്. അത് മറ്റൊരു വിഷയമാണ്. നമ്മുടെ നിസ്സാരം മൊബൈലിൽ പോലും ഒരു മ്യൂസിക് റിംഗ് ടോൺ ഇല്ലാതെ വെക്കാൻ വയ്യ. എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കണ്ടേ? വരുന്നുണ്ടെന്ന് അറിയാം. അങ്ങനെ നിർബന്ധിതാവസ്ഥയിലെങ്കിലും കേൾക്കേണ്ടി വരും അല്ലേ? അപ്പോ ഗാനമേളകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിമീങ്ങൾ ഇതായി പറഞ്ഞില്ല. അത്തരം മ്യൂസിക് നൈറ്റുകൾ, അത്തരം മ്യൂസിക് പരിപാടികൾ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം പേരുള്ളവർ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവർ, മുസ്ലിം തറവാട്ടിൽ ജനിച്ചവർ. പക്ഷേ ഇവർ ഇതിന്റെ മാർക്കറ്റിംഗ് ആണ്. അവർ നരകത്തിന്റെ വാതിലിലേക്ക് അവർ ആളുകളെ വിളിക്കുകയാണ്. ഇന്നാലിന്റെ സ്റ്റേഡിയത്തിലെ പരിപാടി, അനൗൺസ്മെന്റുകളിൽ പോവുക. എന്റെ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു. ടിക്കറ്റ് എത്ര? 10 രൂപ മുതൽ 250, 2000 വരെ എത്ര വെച്ച കുട്ടി കൂടും. നരകത്തിലേക്ക് ഇവർ വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, നമുക്ക് പറ്റൂല. ഇതൊക്കെ ജായിസാണ്, ഫത്വ വരാൻ പറ്റുമോ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലങ്ങ് നടക്കുന്നുണ്ടോ, അയൽപക്കത്ത് നടക്കുന്നതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് പാടില്ലാത്തതാണ്. നമ്മൾ കാസർഗോട്ടുകാർ, പ്രത്യേകിച്ച് ഈ പ്രദേശം മുട്ടുന്തല, അള്ളാഹുവിന്റെ മഹാന്മാർ അന്ത്യവിഷം കൊള്ളുന്ന സ്ഥലം. കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് മഹാന്മാരെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച സ്ഥലല്ലേ? എന്താ ഈ നാട്, ഈ മണ്ണിൽ അള്ളാഹു നൽകുന്ന ഈ മഹത്വം, ഇവിടെ ഇസ്ലാമിന്റെ ദീനിന് അള്ളാഹു നൽകുന്ന ഇസ്സത്ത്, മുസ്ലിമീങ്ങളുടെ കയ്യിൽ അള്ളാഹു നൽകുന്ന നിഅമത്ത്, ഇതൊക്കെ ഒരുപാട് മഹത്തുക്കളുടെ കാൽ സ്പർശമേറ്റ മണ്ണിന്റെ ബർക്കത്ത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. യാ അല്ലാഹ്, ഇവിടെ നമ്മൾ തോന്നിവാസം ചെയ്യരുത്. ഇതിനൊക്കെ മുസ്ലിമീങ്ങളല്ലേ? അവർ ഗാനമേളയും പല ഇശൽ നൈറ്റുകളും ഒക്കെ നടത്തും. മ്യൂസിക് പരിപാടി നമുക്ക് പറ്റൂല. കേൾക്കാൻ ഇഷ്ടമുണ്ട്, അത് വിചാരിച്ച് ഹലാലാക്കാൻ പറ്റുമോ? കേൾക്കാൻ ഇഷ്ടമാണല്ലോ പഠിച്ചോ. എങ്ങനെ സ്ഥലം ബോധവേദിക്ക് വല്ലാത്ത ഇഷ്ടം. പക്ഷെ ആ മുട്ടും മ്യൂസിക് ഒന്നും ഇല്ലാതെ എങ്ങനെ കേൾക്കാൻ പറ്റില്ല. മ്യൂസിക്കോട് കൂടെ പറ്റൂല. അത് ആരാണെന്ന് ഹലാലാക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഫത്വ ഒരു സംഘടനയും, ഖുർആനോ ഹദീസോ ഇജ്മാ ഖിയാസ് ഇസ്ലാമിന്റെ ഉസൂലുകൾ മനസ്സിലാക്കുന്ന ഒരാൾക്കും അനുകൂലിച്ച് ഫത്വ വരാനും പറ്റൂല. പിന്നെ എന്താ അർത്ഥം? ഇത് തെറ്റാന്നൊക്കെ അറിയും. പക്ഷെ നമുക്കത് ഇഷ്ടമാണല്ലോ, നമ്മൾ നടത്തുക. എത്രയാ വരുമാനം? അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് 4 കുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ഹറാം. വരുമാനം ഉണ്ടാക്കൽ തന്നെ ഹറാം. പിന്നെ അത് ഈ കുട്ടികളെ കല്യാണത്തിൽ കൊണ്ടുപോയി കൊള്ളാക്കല്ല, ചെയ്യാൻ പാടില്ല. എത്ര അതുകൊണ്ട് ഇനി വള്ളി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. കസ്ബ് ഹറാമാണ്. പിന്നെ അതുകൊണ്ടുള്ള ഇൻഫാഖും അള്ളാഹു സ്വീകരിക്കൂല. അപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകുന്നു. എന്താ പറഞ്ഞത്? നമ്മുടെ ഭാഷ സംസാരിക്കുന്നവർ പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആൾക്കാരാണ്. അത് നടത്തിക്കൊണ്ട കുട്ടികളല്ലേ? എന്താ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ? ഒരു പേർഷ്യൻ ചിന്തകനുണ്ട്. അദ്ദേഹം പറയാ, നമ്മൾ കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് 15 വയസ്സ് വരെ വിടും. കുട്ടികളല്ലേ, സാറില്ല, സംസ്കാരം തുടങ്ങിയിട്ടില്ല പോട്ടെ. 15 മുതൽ 40 വരെ യുവാവാണെന്നാ ശറഅ് പറയാ. അപ്പൊ പുലർച്ചെ നടക്കുമ്പോൾ പറയും, ചെറുപ്പക്കാരല്ലേ, കുറച്ച് കല്യാണം ആലോചിക്കുമ്പോഴൊക്കെ ഇപ്പോ പുതിയാപ്പിളാരെ കിട്ടാൻ പ്രയാസമാണ്. എന്താ എന്തല്ലേ, നിങ്ങളെ നാട്ടുകാരെ പറ്റി വളരെ നല്ല നാട്ടുകാരാണ്. എല്ലായിടത്തും വൃത്തികെട്ട ആൾക്കാരുണ്ടല്ലോ, പക്ഷെ ഇവിടൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. ഞാൻ വൈശിഷ്ടാന്ന് പറയാം, മലപ്പുറത്തൊന്നും ഇപ്പൊ ഇങ്ങനെ ചെറുപ്പക്കാരിങ്ങനെ വളണ്ടിയർമാരൊന്നും മലപ്പുറത്ത് കിട്ടാനില്ല. സുബ്ഹാനല്ലാഹ്. വളരെ എന്തൊരു ആവേശം, എന്തൊരു ഇസ്സത്തും. പിന്നെ ഇടക്ക് കുടുത്തക്കിടക്കുണ്ടോ, അത് എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവരും മോശം എന്ന് പറയാൻ പാടില്ല. ഒക്കെ നല്ല ആളുകളാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോ ഒരു 40 വയസ്സ് വരെയൊക്കെ കുതിര വിട്ട് നടക്കുമ്പോൾ പറയും, ചെറുപ്പക്കാരല്ലേ. കോഴിക്കോട്ട് അതല്ലേ കാസർഗോഡ് ഭാഷ പറയാം. ഈ കോഴിക്കോട്ട് എന്ന് പറഞ്ഞ് 40 വയസ്സ് വരെ വിട്ടു. ശരി, ഇനി 40 കഴിഞ്ഞിട്ട് നിസ്കാരം തുടങ്ങാൻ പോവുക. പിന്നെ ഒരു ഊര വളയുന്നില്ല, ഊരക്ക് വേദന, മുട്ടുകാലിന് വേദന തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിസ്കരിക്കാനും വയ്യ. പിന്നെ ഇപ്പൊ അള്ളാഹ് കൊടുക്കാൻ സമയം ഇവിടെ. ഇതാ ചോദ്യം. 15 വയസ്സിലെ കുട്ടി എന്ന് പറഞ്ഞു വിട്ട്, പിന്നെ യുവാവ് ചെറുപ്പക്കാരല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ട്, പിന്നെ സമയമൊക്കെ ആയി നോക്കുമ്പോൾ ഇവിടത്തെ ചെയ്യാനും വയ്യ.
വയ്യ. പിന്നെ അള്ളാഹുവിന്റെ സമയം എവിടെ? അള്ളാഹു കൊടുക്കാൻ നിന്റെ കയ്യിൽ സമയം എവിടെ? ഇന്ന മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ വരാനിരിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ യസ്തഹില്ലൂനൽ ഹിറാ من يستحلون الحراء والحرير والمعازف. എന്റെ ഉമ്മത്തിൽ വരാനുണ്ട് ചില ആളുകൾ, മൻ യസ്തഹില്ലൂന, ഹലാലാണെന്ന് വിചാരിക്കുന്നവരോ ഹലാലാണെന്ന് ഫത്വ കൊടുക്കുന്നവരോ വരും. ആരൊക്കെ? എന്തിനെ സംബന്ധിച്ച്? അൽ ഹിറാ വൽ ഹരീറ വൽ മആസിഫ്. മറ്റൊരു ഹദീസിൽ വരിബ, പലിശ ഹലാലാണെന്നോ, സിൽക്ക് വസ്ത്രം പുരുഷന്മാർക്ക് ഹറാമാണ്, അത് പുരുഷന് ജായിസാണെന്ന് ഫത്വ കൊടുക്കുന്നവരും, വൽ ഹിറാ, വ്യഭിചാരം പച്ചയായ ഹറാമായിരിക്കെ അത് ഹലാലാണെന്ന് പറയുന്നവരും, വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ കേൾക്കുന്നതോ പഠിക്കുന്നതോ അത് കൊണ്ട് നടക്കുന്നതോ ഹലാലാണെന്ന് ഫത്വ കൊടുക്കുന്നവർ എന്റെ ഉമ്മത്തിൽ വരാനുണ്ടെന്ന് ദീർഘദൃഷ്ടിയുള്ള അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെ കാണും. എത്രയോ ആഗോളാടിസ്ഥാനത്തിൽ നോക്കിയാൽ, അങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ നോക്കിയാൽ ഇതൊക്കെ ഹലാലാന്ന് കൊടുക്കുന്ന പണ്ഡിതന്മാരുണ്ട്. സോ കോൾഡ് സ്കോളേഴ്സ്, ചെയ്യാ പണ്ഡിതന്മാരല്ല, അവർ പണ്ഡിതന്മാരാണെന്ന് വിചാരിക്കുന്നവരാ. പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടാൽ പിന്നെ ആലിമായി എന്നാ വിചാരം ആൾക്കാർ. യൂട്യൂബ് എന്ത് യൂട്യൂബ് ആർക്കും ചെയ്തോണ്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്താലേ ആളുടെ ഷെയ്ഖ് ഇമാം എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, വിളിക്കുകയാണ്. പിന്നെ അവർ പറയണതൊക്കെ ദീനാന്ന് വിചാരിക്കുക. അങ്ങനെയൊന്നും ചെയ്യരുത്. ഇന്ന് വലിയ ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞ ഗൂഗിളാണ്. ഷെയ്ഖ് ഗൂഗിൾ, ഗൂഗിളോട് ചോദിച്ചാൽ എല്ലാം കിട്ടും അല്ലെ? അറബിയിൽ ടൈപ്പ് ചെയ്താൽ മസാല കിട്ടും, ഫത്വ കിട്ടും. ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ മലയാളത്തിലൊക്കെ അല്ലേ? അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? അതൊക്കെ മനുഷ്യന്മാർ അപ്ലോഡ് ചെയ്യുന്ന സംഗതിയല്ലേ. അതിന്റെ ഒതന്റിസിറ്റി, അതിന്റെ സോഴ്സ് ഷുഡ് ബി വെരിഫൈഡ്. നമ്മൾ അറിയാതെ എന്തെങ്കിലും ആരൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ വാട്സപ്പിലൊക്കെ എന്തെല്ലാവരും ഒക്കെ ഉറപ്പുവരുത്തുക. ഹലാൽ നല്ല ഉറപ്പുള്ള വിഷയങ്ങളുണ്ടാവും. പക്ഷെ ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ വിളിച്ചു പറയാൻ പറ്റില്ല. ചിലത് ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഹലാലാണെന്ന് പറയുന്നവർ വരും, പക്ഷെ ഹറാമാണ്. ഇത് പാശ്ചാത്യന്റെ സംസ്കാരമല്ലയോ നിശാ ക്ലബ്ബുകൾ അല്ലെ? പാട്ടുപാടി ആസ്വദിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ആലാപനം. ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ്, ഷെയ്ഖ് സുദൈസ് അല്ലെ, അഫാസി, ഷെയ്ഖ് അഫാസി, ഷെയ്ഖ് തബലാവി, എന്തൊരു മനോഹരമായ ഖിറാഅത്തുകളാണ്. ഖുർആനിന്റെ ആപ്പുകൾ കിട്ടുമല്ലോ. ഖുർആൻ എക്സ്പ്ലോററിന്റെ ആപ്പുകൾ കിട്ടും, നമ്മുടെ മൊബൈൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മഹാന്മാരായ ഖാരിഈങ്ങളുടെ ഖിറാഅത്തിന്റെ മധുരം, അതൊക്കെ കേട്ട ഒരു മ്യൂസിക് പിന്നെ ആസ്വദിക്കാൻ തോന്നില്ല, ആസ്വദിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? എല്ലാറ്റിനും ആൾക്കാരാവണ്ട, അള്ളാഹിന്റെ ആൾക്കാരാവുക. ഇത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഈ പരിപാടി നിർത്തുന്നോ അല്ലെങ്കിൽ ഗാനമേള എല്ലോ നടത്താൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ പിന്മാറുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയണില്ല. വിശ്വസിക്കുന്നത് നിങ്ങൾ പിന്മാറുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നാൽ ഈ സദസ്സ് നിങ്ങൾ പുറത്തിറങ്ങി നേരം നിൽക്കുമ്പോഴേക്കും എമ്മി പറഞ്ഞൊക്കെ മാറുന്നു അല്ലേ? അതാണിപ്പോ സംഗതി. പടച്ചാന് നേരം വെളുത്തപ്പോഴേക്ക് ഇന്നലെ രാത്രി കേട്ടതൊക്കെ മറന്നു. പിന്നെ നമ്മൾ നോട്ട് ചെയ്യാം, എപ്പോഴാണ് ഗാനമേള, എത്രയാ ഫ്രണ്ട് സീറ്റിന്റെ ടിക്കറ്റ് എന്നാ പിന്നെ നമ്മൾ ചോദിച്ചു നടക്കുന്നത്. നമ്മുടെ ആളുകൾ മുസ്ലിമീങ്ങൾ ആണ് വിഷയം. അവരുടെ നാവ് ഇസ്ലാമിന്റെ നാവാണ്, പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിൽ പൈശാചികത ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറ്റൂല മുഅ്മിനീങ്ങൾ, നിങ്ങൾക്ക് അത് പറ്റൂ, ജായിസ് എന്നൊക്കെ പറഞ്ഞു തരാനാക്കാരം പൂതി, പക്ഷെ പറ്റൂല. എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു ഹലാലാക്കിയതിൽ ഹലാൽ എന്ന് നോക്കാനേ പറ്റുള്ളൂ. ഹറാം ഹറാം തന്നെ നമുക്കത് തീരുമാനിക്കാം, വേണോ വേണ്ടേ. അള്ളാഹു ഹറാമാക്കിയതാണ്, മ്യൂസിക് പറ്റൂല. പല വിഷയം. അപ്പൊ അത് ശരിയാണോ ഇത് ശരിയാണോ ഒക്കെ അവിടെ എല്ലായിടത്തും നടക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ അറിയാതെ ഒരാളെ പെട്ടുപോയി. ബസ്സിൽ ഇങ്ങനെ പോവാണ്, ഡ്രൈവർ എന്ത് ചെയ്ത് നല്ല മ്യൂസിക്കുള്ള പാട്ടിട്ട് വെച്ചു, ഇയാള് തസ്ബീഹിൽ ദിക്റും ചൊല്ലി ഇരിക്കുകയാണ്. നല്ല 1-ാം നമ്പർ പാട്ടൊക്കെ ഉണ്ട്, സിനിമ പാട്ട് വെച്ചിട്ടുണ്ട്, മ്യൂസിക് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ സമയം ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യുക? ചെവി പൊത്തിപ്പിടിച്ചാൽ ഇത് കേൾക്കും അല്ലേ? പക്ഷെ നിങ്ങളത് ആസ്വദിക്കുന്നുണ്ടോ?